എറണാകുളം കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് വിരണ്ടോടി കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിൽ. ആന ആരോഗ്യവാനാണ്. ലോറിയിൽ കയറ്റി സാധുവിനെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പാപ്പാന്മാരെ കണ്ടപ്പോൾ തന്നെ സാധുവിന് ആശ്വാസമായി. പിന്നീട് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി സാധു. ഈ ആനയുടെ സ്വഭാവവും സാധുവായിരുന്നു. അതുകൊണ്ടാണ് സാധുവെന്ന പേരിടാനും കാരണം. ഏൽപ്പിച്ച പണി പാപ്പാൻ പറയുന്നതനുസരിച്ച് ചെയ്യും. വെള്ളത്തോടും താല്പര്യം കൂടുതലാണ്. ആനലക്ഷണത്തിന്റെ തികവുകൾ ഒത്തിണങ്ങിയ ആനയെ ആനപ്രേമികളും ആരാധനയോടെയാണ് കണ്ടത്. 1999 അരുണാചൽ പ്രദേശിൽ നിന്ന് പുതുപ്പള്ളി സ്വദേശി പോത്തൻ വർഗീസ് കൊണ്ടുവന്നതാണ് ഈ ആനയെ. സ്വഭാവം അറിഞ്ഞാണ് സാധുവെന്ന പേരിട്ടത്. ഇത്തിത്താനം ഗജമേളയിൽ ഗജരാജരത്നപ്പട്ടം കിട്ടിയ സാധു ആനകൾക്കിടയിലെ സാധുവായിരുന്നു. ഷൂട്ടിങ്ങിനിടെ ആന കാടുകയറിയത് അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിക്കാർക്കും വലിയ വേദനയായി. അതിനിടയിലാണ് ഭൂതത്താൻകെട്ടിലെ പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് തെരച്ചിൽ നടത്തിയ സംഘം ആനയെ കണ്ടെത്തിയത്. കാടിനകത്ത് 4 കിലോമീറ്ററിനുള്ളിൽ നിന്നാണ് ആനയെ കണ്ടെത്തിയത്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ വിജയ് ദേവരകൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ആന കാട്ടിലേക്ക് വിരണ്ടോടിയത്. സിനിമാ ചിത്രീകരണത്തിനിടെ കൊമ്പന്മാർ കൂട്ടിമുട്ടുകയായിരുന്നു. കുത്തേറ്റ പുതുപ്പള്ളി സാധു എന്ന നാട്ടാന കാട്ടിലേക്ക് ഓടി. ആന വിരണ്ടതോടെ ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വനവകുപ്പ് ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഏറെ നേരം തെരഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. രാത്രി ആയതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലിനാണ് നിർണായകമായി തീർന്നത്. ഷൂട്ടിങ്ങിനായി 5 ആനകളെയായിരുന്നു എത്തിച്ചിരുന്നത്. വൈകിട്ട് 5 മണിയോടെ ചങ്ങലകൾ അഴിച്ചുമാറ്റി ആനകൾ റോഡ് കുറുകെ കടക്കുന്ന സീൻ ചിത്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മണികണ്ഠൻ എന്ന കൊമ്പൻ സാധു എന്ന കൊമ്പനെ കുത്തിയത്. ആനകൾ തമ്മിൽ കുത്തുണ്ടായതോടെ രണ്ടും വിരണ്ട് കാട്ടിലേക്ക് ഓടി. മണികണ്ഠനെ വൈകാതെ തിരഞ്ഞു കണ്ടെത്തി തിരികെ എത്തിച്ചു. എന്നാൽ സാധു ഭൂതത്താൻകെട്ട് വനത്തിലെ തേക്ക് പ്ലാന്റേഷനും മാട്ടുങ്കൽ തോടും കടന്ന് തൊട്ടടുത്തുള്ള ചതുപ്പും താണ്ടി നിബിഡ വനത്തിലേക്ക് ഓടിമറയുകയായിരുന്നു. ആഘോഷങ്ങളിൽ കാണികളെ ആവേശത്തിലാക്കുന്ന കൊമ്പനാണ് പുതുപ്പള്ളി സാധു. സിനിമാ അഭിനയവും കമ്പമാണ്. തമിഴ് സിനിമകളിൽ മുമ്പും അഭിനയിച്ചിട്ടുണ്ട്. സിനിമകളിൽ അഭിനയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചുരുക്കം ആനകളിൽ ഒന്നാണ്. വനവകുപ്പിന്റെ സമ്മതപത്രം ലഭിച്ചാലേ ആനകളെ സിനിമയിൽ അഭിനയിപ്പിക്കാനാകൂ. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും താരസാന്നിധ്യമായിരുന്നു പുതുപ്പള്ളി സാധു. അരുണാചൽ പ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു മുമ്പും ഇത്തരത്തിൽ കാടുകയറിയിട്ടുണ്ട്. ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പാണ് ആനയെ കേരളത്തിലെത്തിക്കുന്നത്. ബീഹാറിൽ വെച്ച് ഈ ആന മുമ്പും കാടുകയറിയിട്ടുണ്ട്. അതിനുശേഷം 1 മാസത്തോളം കഴിഞ്ഞ് പുലിക്കായി വെച്ച കെണിയിൽ ആനയുടെ കാല് അകപ്പെട്ടതോടെയായിരുന്നു വീണ്ടും കണ്ടുകിട്ടിയത്. പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു.